ഹലോ ഫ്രണ്ട്സ്, ഇന്നിപ്പോൾ നമുക്കൊരു പന്നീൻ്റെ മക്കൾ കിണറ്റിൽ വീണാണ്. പൊട്ടക്കിണറ്റിൽ നമ്മളെ വീടിൻ്റെ അടുത്തുള്ളൊരു കിണറ്റിലാണ് വീണത്. നിറച്ച് വെള്ളമുണ്ട്, വലിയ കിണറാ. പക്ഷെ അതിന് സൈഡിൽ ഇടിഞ്ഞ ഭാഗത്ത് ലേശം ഒരു ഗ്യാപ്പ് ഉണ്ടായി. അപ്പോൾ ആ ഗ്യാപ്പിലാണ് കയറി നിന്നിട്ടാണ് രക്ഷപ്പെട്ടത്. ഇന്നലെ രാത്രി വീണ പാവം ചെറിയ കുട്ടിയാണ്. അതിന് കണ്ടിട്ട് സങ്കടമാകുകയും ചെയ്യാം, ഒരു വിഷമം തോന്നാം. അത് രക്ഷപ്പെടാൻ പല മാർഗവും നോക്കിയിട്ട് അതിന് ഒരു വിധത്തിനും രക്ഷപ്പെടാൻ കഴിയില്ല. കുറേ മാന്തി ആകെ കലക്കിയൊക്കെ റെഡിയാക്കിയിട്ടേക്ക് വെള്ളമൊക്കെ. അപ്പോൾ അതിനെങ്ങനെങ്കിലും രക്ഷപ്പെടുത്തണം. ഇപ്പോൾ ഞാൻ കുറേ വഴിയൊക്കെ നോക്കി രക്ഷപ്പെടുത്താൻ. അപ്പോൾ ഞാൻ വലയൊക്കെ കെട്ടിയിട്ട് വലക്കൊക്കെ വന്ന് കുത്തുക, ഒരൊച്ചപ്പാടൊക്കെ ഉണ്ടാക്കിയിട്ട് വലക്ക് വന്ന് കുത്തുക. അപ്പോൾ അതൊന്നും രക്ഷമില്ല. ഇനിയിപ്പോൾ ഞാൻ വേറെ ആൾക്കാരെ വിളിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാനേ പറ്റും. ഒറ്റയ്ക്ക് ഒന്ന് നോക്കിയിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. അതിന് പേടിയാണ്. പേടിച്ചിട്ട് ഇന്നലെ രാത്രി കുടുങ്ങിയല്ലേ, അപ്പോൾ പേടിച്ചും കഴിഞ്ഞ് അതിനെ എന്തോ ആക്കാനാണ് വിചാരിച്ചിട്ടാണ് ഇത്. രാത്രി നമ്മളെ വീടിൻ്റെ പരിസരത്തുകൂടി അങ്ങനെ ഒരു പന്നിയും 4 കുട്ടികളും ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വലിയ ഉപദ്രവകാരികളൊന്നുമല്ല, അവരെന്തെങ്കിലും പെറുക്കി തിന്നിങ്ങനെ അങ്ങനെ നടക്കുന്നതാണ്. അപ്പോൾ ഏകദേശം എനിക്ക് ഒരു 1.5 മാസമായിട്ടുള്ള കാണൽ തുടങ്ങിയിട്ട്. അപ്പോൾ എങ്ങനെ വയ്യായിട്ട് ഞാൻ കിണറ്റിൽ പോയി വീണതാണ്. അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. അരുവ ലൈറ്റ് അടിച്ചാലൊന്നും അവർക്ക് പ്രശ്നമില്ല. അപ്പോൾ അതിലെങ്ങനെ നടക്കും. അവരൊരു പേടിയില്ലാണ്ട് വീട്ടിൻ്റെ പിന്നെ ചുറ്റുഭാഗമായിട്ട് ഇങ്ങനെ നടന്ന് എന്തോ പെറുക്കി തിന്ന് അങ്ങനെ നടക്കല. അപ്പോൾ അതിൽ പെട്ടൊരു കുട്ടിയാണിത്. പക്ഷെ എങ്ങനെയെങ്കിലും അതിനെ കയറ്റി വിടണം, പാവം തോന്നുക. വലുതാണെങ്കിലും അങ്ങനെ കയറ്റാനും പറ്റില്ല. ചെറുതാൻ കൊണ്ട് എങ്ങനെയെങ്കിലും കയറ്റിന് വേറെ ആൾക്കാരെ സഹായം കൂടിയും കിട്ടിയാൽ പിന്നെ എങ്ങനെയെങ്കിലും കയറ്റി വിടാം. അപ്പോൾ ഞാൻ ആൾക്കാരെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ രാത്രി വീണതാണ്. രാത്രി വീണിട്ടിപ്പോൾ ഞാൻ കണ്ടത് രാവിലെ ഒരു ഒച്ചപ്പാടായിട്ടപ്പോൾ ഞാൻ മെല്ലെ പോയി നോക്കിയതാണ്. കോഴി അങ്ങനെ കിണറ്റിൽ വീണാണ് വിചാരിച്ചിട്ട് പോയി നോക്കുമ്പോൾ ഇയാളാണ്. അപ്പോൾ ആകെ കുഴങ്ങിക്ക് വെള്ളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീന്തി. പിന്നെ ആ കര അവിടെ അപ്പോൾ ഇടിഞ്ഞ സ്ഥലം ഉള്ളതിനെ കൊണ്ട് മാത്രമാണ് ഇപ്പോൾ മൂപ്പര് രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ വെള്ളത്തിൽ കയ്യും കാലും കുഴഞ്ഞിങ്ങനെ ചത്തു പോകാനും. അപ്പോൾ ഒരു ഭാഗ്യത്തിന് ആളെ കര ചെറിയൊരു ഭാഗം ഇടിഞ്ഞിരുന്നു. അപ്പോൾ ആളെ കുറേ മൂപ്പര് മാന്തിയെല്ലാം കൂടി വലിയൊരു തുള ഉണ്ടാക്കി. അതിൽ കൂടെ ഒന്നും രക്ഷപ്പെടാൻ കഴിയില്ല. ഇനിയിപ്പോൾ ഒരു ഇതിൽ നെറ്റ് ഞാൻ കുറേ നോക്കി, നെറ്റൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ നെറ്റിനൊക്കെ വന്ന് കുത്തുക, അതിലൊന്നും കയറുന്നില്ല. അത് പേടിച്ചിട്ടാണ്, എന്തോ ചെയ്യാനാണെന്ന് വിചാരിച്ചിട്ട്. ഇപ്പോൾ ആടെ ഒരു മാന്തിയ ഒരു ഭാഗം ഉണ്ട്, അതിലങ്ങനെ കയറിയൊക്കെ നോക്കട്ടെ. അതിൽ കയറാൻ കഴിയില്ല. മോൾ ഭാഗം ഇടിച്ചു കൊടുത്താലും ഇനി ഇതിൻ്റെ സ്ഥലത്തിൻ്റെ ഉടമക്കാർ വന്നിട്ട് വേണം അത് ഇടിക്കാൻ പറ്റുമോ നോക്കിയാണ്. നമുക്ക് പിടിക്കാൻ പറ്റില്ലല്ലോ. നമ്മളെ വീടിൻ്റെ അടുത്താണ് സംഭവം. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ ഉടമക്കാർ കുറച്ച് ദൂരത്താണ്. അതിനെ കൂടി നമുക്ക് ഇടിക്കാൻ പറ്റില്ല. പോലെ വിളിച്ചിട്ടുണ്ട്, ഒരു വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യണം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കയറ്റാൻ വേണ്ടിയിട്ട് പല ശ്രമവും നടത്തി നോക്കി, ഒരു രക്ഷയില്ല. പിന്നെ ഒരാൾ കൂടി ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്തൊക്കെ ആക്കി പിടിച്ചിട്ടുണ്ടെങ്കിൽ കയറ്റി വിടാനും. അപ്പോൾ അതിൻ്റെ നിപ്പ് സഹിക്കാൻ കഴിയില്ല. ഇന്നലെ ഇപ്പോൾ രാത്രി വീണതല്ലേ, വിശക്കുന്നുണ്ടാവും. പാവാണ്, കണ്ടിട്ടൊരു സങ്കടം. നമ്മൾ ചെറിയ കുട്ടികളല്ലേ, വലുതാകുമ്പോൾ നമുക്ക് അത്ര ആയിട്ടുള്ള ഒച്ചപ്പാടും അതിൻ്റെ വിഷമം ഇതൊക്കെ ഉണ്ടാകുമ്പോൾ അത്ര നമുക്ക് തോന്നില്ല. അത് ചെറിയ കുട്ടികളാകുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം. അത് പന്നിക്കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഉപദ്രവകാരികളാണ്. എന്നാലും കുട്ടികളൊക്കെ കാണുമ്പോൾ ഒരു വിഷമം തോന്നി. അപ്പം എങ്ങനെ പല കോലത്തിനും ഞാൻ ശ്രമിച്ചു നോക്കി, ഒരു കയറ്റാൻ കഴിയില്ല. അപ്പോൾ ആൾക്കാർ വിളിച്ച് പോലെ ഈ സ്ഥലത്തിൻ്റെ ഉടമക്കാർ വരുമെന്ന് പറഞ്ഞു. അവർ വന്നിട്ട് വേണം ഇനി കയറ്റി എങ്ങനെയെങ്കിലും. ഈ ഇതൊന്നും വെച്ച് ഞാൻ കുറേ പല ചാക്കൊക്കെ, ഈ തക്കാളി ചാക്കിൽ അങ്ങനത്തെ ചാക്കൊക്കെ വെച്ച് കയ്യിനൊക്കെ വന്ന് മുട്ടുകയാണ്, പേടിച്ചിട്ടാണ്. അതിലൊന്നും പിടിക്കുന്നില്ല. പിന്നെ അത് കുറേ അക്കരെ പോകും. അവിടെ ഒരു വേരുണ്ട്, ആ വേരുമല്ല അവിടെ പിടിച്ചും കുറേ ഇക്കരെ വരും. അവിടെ ഒരു ഇന്ന സ്ഥലമുണ്ട്, അവിടെ കയറിക്കും. അങ്ങനെ ആട്ടും ഇങ്ങോട്ടും കളിക്കും വെള്ളത്തിൽ പോവുക. ആകെ ചളി കൊളാക്കി. വലിയ കിണറാണ്, നല്ല ആയുള്ള കിണർ. അപ്പം വെള്ളം ഫുള്ളായി കിടക്കുക. ഫുള്ളുണ്ടെങ്കിൽ അങ്ങനെ കയറി പോവുകയല്ലോ. അപ്പോൾ ലേശൊരു
1 മീറ്ററിൻ്റെ താഴ്ച ഉണ്ട്. അപ്പോൾ അതാണ് അതിന് കയറാൻ പറ്റുന്നത്. ഇപ്പം ഞങ്ങൾ അടുത്ത പുരക്കാർ വന്ന പോലെ ഒരു പാത്രമൊക്കെ കൊണ്ടുപോക്ക്, ആ പാത്രത്തിൽ കയറ്റാനുള്ള പരിപാടിയാണ്. അപ്പോൾ എങ്ങനെ കയറ്റും എന്നുള്ളതിലാണ്. ആ പാത്രത്തിനൊക്കെയാണ് അയാൾ മുട്ടുകയാണ്. പാത്രമായിട്ട് കൊണ്ടുപോകുമ്പോൾ പേടിച്ചിട്ടാണ് തോന്നുന്നത്. അതിന് പോയിട്ട് നല്ല ചാമ്പലാകുമ്പോൾ ആ പാത്രത്തിലൊന്നും കയറാൻ യാതൊരു സാധ്യതയും കാണുന്നില്ല. പാത്രത്തിന് പേടിയാണ്. അതിനെ അങ്ങനെ ഒന്നും കയറ്റാൻ കഴിയുമെന്നൊരു തോന്നില്ല. അപ്പോൾ ആ വേരിൻ്റെ ഉള്ളിൽ കൂടി മേലോട്ട് കയറാൻ പറ്റുമെന്നൊക്കെ നോക്കുന്നുണ്ട്. വളരെ പരിശ്രമിച്ച് നോക്കുന്നുണ്ട്. കണ്ടിട്ട് വളരെ വിഷമം തോന്നുക. പന്നി വളരെ പാത്രത്തിലേക്ക് ഇപ്പോൾ ലേശമൊന്ന് കയറിയിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പാത്രം പൊന്തിക്കാൻ കഴിയില്ല. അതിൽ നിറച്ച് വെള്ളമല്ലേ. ഞങ്ങൾ വെള്ളം ഫുള്ളാക്കി ഇങ്ങനെ ഇപ്പോൾ അതിൽ പൊന്തിക്കാൻ പെട്ടെന്ന് പൊന്തിച്ചെടുക്കാൻ കഴിയില്ല. അപ്പോൾ ഞങ്ങളവിടെ ഇടിക്കുകയാണ്. ലാസ്റ്റ് മാർഗ്ഗം അതേ ഉള്ളൂ. ഇടിച്ചും കാരണം അതിലെ കയറ്റാൻ പറ്റുമോ നോക്കാം. ഒരു മാന്തി ഉണ്ടാക്കി അതിലങ്ങനെ കയറ്റാൻ പറ്റുമോ നോക്കണം. അതേ ഇനി ലാസ്റ്റ് മാർഗം. ആ ചാലുള്ള എടുത്തിട്ടുണ്ട് ആള്. ഇപ്പോൾ കുഴങ്ങി. ഇനിയിപ്പോൾ ആൾ ഇടിച്ചിട്ട് അതിലെങ്ങനെ എങ്കിലും എടുക്കാൻ കഴിയുമെന്നുള്ള ഒറ്റ മാർഗ്ഗമേ ലാസ്റ്റുള്ളൂ. അവസാനത്തെ മാർഗ്ഗമാണ് ചെവി പിടിച്ചിട്ട് പൊന്തിച്ചിടാനുള്ള പരിപാടിയാണ്. അതേ ഇനി നടക്കും. അപ്പോൾ അവിടെ ഇടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ പിന്നെ മുട്ടുത്തി നിന്ന് കഴിഞ്ഞതിൻ്റെ ചെവി പിടിച്ചിട്ട് കഴിയുമെന്ന് തോന്നുന്നത്. പരിശ്രമം ചോക്കട്ടെ. അവസാനത്തെ ഒരു പരിശ്രമം. ഇനിയിപ്പോൾ അവ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് മുട്ടുത്തി എന്നിട്ട് പിടിച്ച് പുറത്തിട്ട് അതാ പോയി. അതെ ഓടിപ്പോയി.